സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതെന്ന് ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ പുരുഷ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂട്ട് തന്നെ നടക്കുന്ന കുറച്ച് ലീലാമണികൾ അല്ലെങ്കിൽ ലീലാകൃഷ്ണന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആയിട്ട് ഈ ദീപക് ഷിംജിത വിഷയങ്ങൾക്ക് ശേഷമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനിടയിലും പല ആളുകളുടെയും പല അഭിപ്രായങ്ങളും അഭിപ്രായ വൈരുദ്ധ്യങ്ങളും അതിലുള്ള കുറേ ഇവരുടെ ലോജിക്കുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ദീപക്കിനെതിരെ സംസാരിക്കുന്ന കുറച്ച് ഫെമിനിസ്റ്റുകളുണ്ടല്ലേ. പേരെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ദീപക്കിനെതിരെ സംസാരിച്ച നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കൽ, പിന്നെ അതേപോലെ തന്നെ ഐശ്വര്യ രാധാലക്ഷ്മി, പിന്നെ ഇതുപോലെ തന്നെ പേര് പോലും അറിയാത്ത ഏതോ കുറേ എണ്ണം വന്നിരിപ്പുണ്ട്. സ്വന്തമായിട്ട് മേൽവിലാസം പോലും ഇല്ലാത്ത, എവിടെയാണ് ജനിച്ചതെന്നോ ആർക്കാണ് ജനിച്ചതെന്നോ ഒന്നും അറിയാത്ത കുറച്ച് ആളുകളും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. അവരെ നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല, അവരെ ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തമ്മിൽ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ 24 ന്യൂസിലൊരു ഒരു പരിപാടി, ഒരു പരമ്പര പോലെ അവരിങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുന്ന ഒരു പക്ഷത്ത് സ്ത്രീ മനോഭാവമുള്ള പുരുഷന്മാരും സ്ത്രീകളെ അനുകൂലിക്കുന്ന ഫെമിനിസ്റ്റുകളെന്ന് സ്വയമേ പേര് ചേർത്തുകൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകളും ഒരു സൈഡിലും, എന്നാൽ മറുവശത്ത് ഈ സ്ത്രീകളുടെ ഇത്തരം ചിന്താഗതികളെ, ഇത്തരം മോശപ്പെട്ട ചിന്താഗതികളെ എതിർക്കുന്ന പുരുഷ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആണത്തമുള്ള മൂക്കിന് താഴെ മീശ വെച്ചിട്ട് അതിനോട് 100% നീതി പുലർത്തിയ കുറച്ച് ആളുകൾ. ആ കൂട്ടത്തിലൊക്കെയാണ് രാഹുൽ ഈശ്വറും അതേപോലെയുള്ള ആളുകളൊക്കെ വരുന്നത് കേട്ടോ. അതിലും കുറച്ച് സ്ത്രീകളുണ്ട്, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്. പ്രിയങ്ക എന്ന് പറയുന്ന സീരിയലിലും സിനിമകളിലും കൂടിയൊക്കെ നമുക്ക് സുപരിചിതയായിട്ടുള്ള ആ പ്രിയങ്ക ചേച്ചിയുമുണ്ട്. അതോടൊപ്പം തന്നെ വേറെയും പാർട്ടിയിലുള്ള പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ട കുറച്ച് ശ്രദ്ധേയമായിട്ടുള്ള വീഡിയോസ് ഇന്നലെ ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടതാണ്. അതിൽ വേറെ കുറച്ച് വീഡിയോസ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. ഇതിൽ ഇന്ന് ദീപകിൻ്റെ ആ ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുമെന്നാണ് വാർത്തയിലൊക്കെ വന്നിരുന്നത്. അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അത് വന്ന ഉടനെ ഞാൻ നിങ്ങളെ അറിയിക്കാം. കൈരളി ന്യൂസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദീപകിൻ്റെ ആത്മഹത്യ, മുസ്ലിം ലീഗ് നേതാവ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യകതയില്ല. മുസ്ലിം ലീഗ് നേതാവെന്ന് പറയേണ്ട ആവശ്യകതയില്ല. ഇവളൊരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണ്. അവൾ കാണിച്ച തോന്നിവാസവും തന്തയ്ക്ക് പുറക്കഴിയും കാരണം എല്ലാ ആളുകളെയും ആ രീതിയിൽ നമ്മൾ പറയേണ്ട ആവശ്യകതയില്ല. ശരിക്കും ഇത് ജനൻ TV പോസ്റ്റ് ചെയ്യേണ്ട ഒരു പോസ്റ്റാണ്. പക്ഷേ അത് കൈരളി TV എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ നമ്മൾ വിളിക്കേണ്ട. അവൾ കുറ്റവാളി തന്നെയാണ്, പ്രതി തന്നെയാണ്. അവളുടെ ഒരു മതത്തിനെയും അതിന് പകരം കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവൾ ഏത് മതവും ആയിക്കോട്ടെ. പക്ഷേ കാണിച്ചത് ശുദ്ധ പോക്രിത്തരവും തന്തയില്ലായ്മയും ചെറ്റത്തരവുമാണ്. അതിനുള്ള ശിക്ഷ അവൾക്ക് എന്തായാലും കിട്ടുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ള ആണുങ്ങളെപ്പോലെ നടക്കുന്ന, ആണുങ്ങളുടെ രൂപമുള്ള, സ്ത്രീയുടെ സ്വഭാവവും സ്ത്രീയുടെ മനോഭാവവും ഒക്കെ ഉള്ളിലുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആ വീഡിയോ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഒരു പുലിക്കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരി പാർട്ടിയിലെ പ്രവർത്തക രംഗത്തും എല്ലായിടത്തുമുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലൊക്കെ പ്രതികരിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീയാണ്. സ്ത്രീയെന്ന് നമുക്ക് വെറുതെ വിളിക്കാൻ പറ്റില്ല. സ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അർത്ഥവത്താണ്. സ്ത്രീ ആണെന്ന് നമുക്ക് എടുത്തു പറയാം. അതായത് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. എല്ലാത്തിനെയും തെറ്റാണെന്ന് പറയുന്ന ഒരാളല്ല. എന്ന് വെച്ചാൽ ഈ ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ നടക്കുന്ന ആളുകൾ പറയുന്നത് അവരുടെ കൺമുൻപിൽ കാണുന്ന എല്ലാ പുരുഷന്മാരും വൃത്തികെട്ടവന്മാരാണ്, അവരുടെ ഉള്ളിലുള്ള ചേതവികാരം കാമവും വികാരം അങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നാൽ എന്താണ് സംഭവമെന്നും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും എന്തിൻ്റെ പേരിലാണ് ഈ നാട്ടിൽ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടാകുന്നതെന്നും ഒക്കെയാണ് ഈ ഒരു മേഡം, പുള്ളിക്കാരി മേഡം എന്ന് തന്നെ നമുക്ക് വിളിക്കാം, ആൾ പറയുന്നത്. എന്തായാലും ഞാൻ ആ ആണിൻ്റെ വേഷം ധരിച്ചിട്ടുള്ള ആ ഒരു ലീലാകൃഷ്ണനെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ. സൈഡ് നോക്കിയോ. രാഹുലും മറ്റുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഏറെ സ്നേഹമുണ്ടായിരുന്ന മരണപ്പെട്ട ദീപകിന്റെ വീട്ടിൽ പോയി സഹായധനം കൈമാറി. ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ എന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയോ സ്കോപ്പോ ഇല്ലാത്ത അവസരത്തിൽ ഞാൻ പറയുന്നു, ആർട്ടിക്കിൾ പുരുഷ സഹായ ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാ പറയുക? രാജ്യസഭയിൽ ബില്ല് വന്നു, ബില്ല് വരുന്നു, അത് പാസ്സായ വാലിഡിറ്റി ആയില്ലേ? പല്ലില്ലാത്ത നിരവധി സിംഹങ്ങളും പുലികളും നമുക്ക് ഇനി എന്തിനാ? ഞാൻ പറയട്ടെ, പകരം വേണ്ടത് എന്താണ്? ശ്രീ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലെ ഒരു പുരുഷ സഹായ സംഘം ഇപ്പൊ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഈ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ചെറുപ്പക്കാരായ യുവാക്കൾക്ക് നല്ല നിയമസഹായം നൽകട്ടെ, അവർക്ക് നല്ല അഭിഭാഷകരുടെ ഹെൽപ്പ് നൽകട്ടെ. വക്കീലേ, കാര്യം താങ്കൾ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇരിക്കുന്ന എന്ത് വാലിഡിറ്റിയില്ല? ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എന്ത് വാലിഡിറ്റി ആയിരിക്കുന്നത്? താങ്കൾ വാദിക്കുന്നത് എന്തിന്റെ ബേസിലാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ഉണ്ടാക്കിയ നിയമം വെച്ചാൽ താങ്കൾ ഈ വാദിക്കുന്നതല്ല. എന്നിട്ടാണ് താങ്കൾ ഇപ്പൊ നാളെ പുരുഷ കമ്മീഷൻ വന്നാൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ഇല്ല എന്ന് പറയും. ബില്ല് അവതരിപ്പിച്ചതാണ്. നിയമസഭ ബില്ല് അവതരിപ്പിച്ചു, രാജ്യസഭ ബില്ല് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച ബില്ല് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി പറയാൻ താങ്കൾ അഡ്വക്കേറ്റ് തന്നെയാണോ? ഇതിന്റെ മറുപടി നല്ല രീതിയിൽ ട്രയൽ മറുപടി. അതായത്
ആണിൻ്റെ വേഷവും ധരിച്ച് വന്നിരിക്കുന്ന ഒരുത്തിന് ഇതിലൊരു കമൻറ്റ് ഞാൻ കണ്ടു. ആ കമൻറ്റ് അടിപൊളി ഒരു കമൻറ്റാണ് കേട്ടോ. എടാ മീശയും വടിച്ച് പാവാടയും ഇട്ട് ബ്ലൗസ് ഇട്ട് നീ നടക്കടാന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഏതാണ് സ്ത്രീ വക്കീൽ, അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ മനോഭാവമുള്ള ആ ചിന്താഗതിയുള്ള ആണും പെണ്ണും കെട്ട വക്കീൽ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണല്ലേ. ഒരു വശത്തിരുന്നുകൊണ്ട്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നു എന്ന് പറയപ്പെടുന്ന സ്വയമേ ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വൃത്തികേടുകളും തോന്നിവാസവും മാത്രം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് കയ്യടി വാങ്ങാനായിട്ട് ഈ വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തുകയും ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ മരണത്തിൽ പോലും അതിനെ ഒരുമാതിരി സംസാരിച്ച് വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ദീപക് ചെയ്ത തെറ്റ് തന്നെയാണ്, ദീപക് വലിയ കുറ്റവാളിയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ അതിന് ആ പ്രായം ചെന്നൊരു അച്ഛൻ, ഒരു പ്രായം ചെന്നൊരു ചേട്ടൻ, പുള്ളിക്കാരൻ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. താൻ എവിടുത്തെ വക്കീലാണെന്നാണ് അതിൽ ചോദിക്കുന്നത്. ഈ ഒരു നിയമ സംവിധാനത്തിനോട് ഇത്രയും വിമുഖതയുള്ള താൻ ഏത് നിയമത്തിനെ വെച്ചിട്ടാണ് താൻ വക്കീലായിട്ട് പഠിച്ചത്, അല്ലെ ഏത് നിയമം വെച്ചിട്ടാണ് താൻ വക്കീൽ പണി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വക്കീലിൻ്റെ വായിൽ എന്താ പറയുക, അണ്ണാക്കിൽ പിരിവെട്ടി എന്ന് പറയുന്നത് പോലെ ആയി. വക്കീലിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നലെ നമ്മൾ രാഹുൽ ഈശ്വർ ചോദിച്ച ചോദ്യത്തിനും വക്കീലിന് മറുപടി ഇല്ലാതെ ആയിപ്പോയി. എന്ത് ചോദ്യമാണ്? അതായത് കരയിലിരുന്നു കൊണ്ട് എന്തും പറയാൻ പറ്റും, അകത്ത് കിടന്നിട്ടുണ്ടോ, ജയിലിൽ കിടന്നിട്ടുണ്ടോ വക്കീലെന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോഴും അയാൾക്ക് പറയാൻ മറുപടിയൊന്നുമില്ല. ഇത് സ്ത്രീകളുടെ കൂടെ കൂടിയിരുന്നുകൊണ്ട് സ്ത്രീകളുടെ സ്നേഹം പിടിച്ചു പറ്റാനും അതിൽ കൂടി കുറച്ച് അണ്ണനും പുളകിതനാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണത്. മനസ്സിലാക്കാൻ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാ വശത്തും നിന്നുകൊണ്ട് ഏതാണോ തെറ്റ് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം നിന്ന് സംസാരിക്കുന്ന ഒരു മേഡത്തിൻ്റെ ഒരു വീഡിയോ, ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചിട്ട് ബാക്കി വീഡിയോയിലേക്ക്. ആർട്ടിക്കിൾ 14 എന്താണ്? എല്ലാവർക്കും ഈക്വൽ റൈറ്റ് റെസ്പെക്ട് ഓഫ് ദ ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ, റേസ് എന്നൊക്കെ പറഞ്ഞാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇവിടെ വരുന്ന കമ്മീഷൻ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അതിന്റെ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, എയ്തർ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? പൊളിറ്റിസൈസേഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഇറോഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിംഗ് ആണ് നടക്കുന്നത്. അത് നടക്കുന്ന ഒരിടത്ത് ആർക്ക് നീതി കിട്ടും? ഞാൻ എന്റെ അനുഭവം പറയാം സാർ. ഞാനൊരു ഈ പറഞ്ഞ ഒരു 323 സെക്ഷൻ ഇട്ട ഒരു കേസിലെ പ്രതിയാണ്. 2.5 വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് വരേണ്ടിയിരുന്ന ദിവസം 2023 ഡിസംബർ 30. അവിടെ 2023 സാർ, അന്ന് ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. 2023 ഡിസംബർ 30 എന്റെ പേരിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം CPI എന്ന പാർട്ടി നേരത്തെ കൂടി തീരുമാനിച്ച് പറഞ്ഞിരുന്നത്. ഡിസംബർ 15 എന്റെ പേരിൽ FIR വരികയാണ്. 2023 ഡിസംബർ 15 എന്റെ പേരിലിട്ട FIR 2022 സെപ്റ്റംബർ മാസം മരിച്ച ഒരു ഹിന്ദുവാണ്. അതുകൊണ്ട് ബോഡി ക്രിമേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ടൊരു കാർഡിയോളജി പേഷ്യന്റായിട്ട് സ്ട്രോക്ക് വന്ന് മരിച്ച ആളാണ്. അയാളെ ഞാൻ വീട്ടിൽ കയറി തല്ലിക്കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. നോ പോസ്റ്റ്മോർട്ടം, നോ കംപ്ലൈന്റ്, നോ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ്, നത്തിങ്. ഒന്നുമില്ലാതെ എന്റെ പേരിൽ കേസ് എടുത്ത ആൾക്കാരുടെ പേരാണ് കേരള പോലീസ്. കേസ് നമ്പർ CC 202/2024. സാറിന് ഒരു പരാതി വരുമ്പോൾ അറിയണ്ടേ? FIR ഇടുമ്പോൾ അറിയണ്ടേ? കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് സമൻസ് വരുമ്പോഴാണോ ഞാൻ അറിയേണ്ടത് ഞാൻ ഒരാളെ കൊന്നിട്ടിരിക്കുകയാണ്? IPC സെക്ഷൻസ് 34 ഉണ്ട്, 294B ഉണ്ട്, 323 ഉണ്ട്, 446 ഉണ്ട്, 506 ഉണ്ട്. ഇതിനകത്ത് അങ്ങനെ കോടതിയിൽ കുറ്റപത്രം ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഞാൻ അറിയുകയാണ് ഞാനൊരു കേസിലെ പ്രതിയാണെന്ന്. എന്താണ് IPC 323 പ്രത്യേകത? ആ ഒരു വ്യക്തി 323 സെക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, അയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എസ്കലേറ്റഡ് ടു 302 or 304. 302 മർഡർ, 302 is murder, 304 is culpable homicide amounting to murder. ഈ പറയുന്ന സെക്ഷൻസിലേക്ക് എസ്കലേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. എനിക്കുണ്ടാവുന്ന അവസ്ഥ അയോഗ്യയാക്കപ്പെടാം, പിന്നീട് മത്സരിക്കാതിരിക്കാൻ കിട്ടും, ജീവിതം തന്നെ അവിടെ അവസാനിക്കുന്ന സിറ്റുവേഷൻ. ഈ കേസ് ആരാണ്? അത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീയാണ് ഈ കേസ് ഇട്ടത്. കേരള പോലീസാണ്. കേരള പോലീസ് ഈ കേസ് ഇടുമ്പോൾ അവിവാഹിതയായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ഒരുപാട് ടാഗ്ലൈൻസ് എന്റെ പേരിൽ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ അതേ പാർട്ടി തന്നെ അതിന്റെ പേരിൽ നിന്നുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്. കേരളത്തിൽ നിന്ന് നമ്മളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും സെൻസേഷണൽ ആയിട്ട് പേരുണ്ട്. അയാൾക്ക് അയാളുടെ വ്യക്തിജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ ആര് നികത്തും? കണ്ടില്ലേ, ഇതാണ് പുലിക്കുട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുക. സ്ത്രീ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇത് കോൺഗ്രസിലെ ഒരു നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേരെനിക്കറിയില്ല, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ പുള്ളിക്കാരി പേരറിയാമായിരുന്നു, പക്ഷെ മറന്നുപോയതാണ്. പുള്ളിക്കാരി അവിടെ വ്യക്തവും സ്ഫുടവുമായിട്ട് ഓരോ പോയിന്റുകൾ എണ്ണി കണക്കുകൾ പറയുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്. അവിടെ കിടന്നുകൊണ്ട് കുരയ്ക്കുന്നത് നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കണം, കേസ് കൊടുത്ത് വാദിക്കണം, വക്കീലിനെ വെച്ച് വാദിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അക്ഷരം അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ എന്തിനോ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. റീച്ചിന് വേണ്ടിയിട്ട് മുടിയും വെട്ടിക്കളഞ്ഞ്. ഇവളുമാരുടെയൊക്കെ ഒരു വിചാരം എന്തെന്നറിയോ?
ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി വളർത്താത്ത, ആണുങ്ങളെപ്പോലെ നടക്കുന്ന, ആണുങ്ങളുടെ ചിന്താഗതിയുള്ള തൻ്റെടിയായിട്ടുള്ള പെണ്ണുങ്ങളാണെന്നാണ് ഇവളുമാരുടെയൊക്കെ വിചാരം. എന്നാൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്കും അറിയാം. പക്ഷേ ഇവർ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്, ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് ഫെമിനിസ്റ്റിൻ്റെ ആശയം, അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ ആശയം. ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രവൃത്തികളാണ് ഫെമിനിസത്തിൻ്റെ പ്രവൃത്തികൾ. ഇവർ ഊന്നിപ്പിടിക്കുന്നതെല്ലാം ഫെമിനിസത്തിൻ്റെ ഒരു കാര്യങ്ങളാണെന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. എന്ത് വൃത്തികെട്ട ചിന്താഗതികൾ, എന്ത് വൃത്തികെട്ട പ്രവൃത്തികളുമൊക്കെയാണല്ലേ. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെയും പല ആളുകളും പ്രതികരിച്ചു. നമ്മുടെ സിനിമാ രംഗത്തുള്ള ഒരു ആൾ കൂടി, ഒരു സെലിബ്രിറ്റി കൂടി ഇതിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരും. ഒരു മാസ് സാധനമാണ്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഒരാളെ എങ്ങനെ 9 പ്രാവശ്യം പേടിപ്പിക്കാൻ പറ്റും? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശ കുർബാന ചൊല്ലാനല്ലോ. കണ്ടില്ലേ? ആ ഒരു അടിപൊളി ചോദ്യം തന്നെയാണ്. എങ്ങനെയാണ് ഒരുപാട് തവണ ഒരാളെ പീഡിപ്പിക്കാൻ പറ്റുക എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഒരു റൂമിൽ വിളിച്ച് കയറ്റുന്നത് മസാല ദോശയും കുർബാനയ്ക്കും വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അവിടെ മറ്റ് പരിപാടികൾക്കൊക്കെ അല്ലേ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് കയറ്റിയിട്ട് പിന്നെ എങ്ങനെയാണത് പീഡനമാവുന്നതെന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഫെമിനിസ്റ്റുകളാണ്, ഞങ്ങൾ ഈ തീവ്ര ഫെമിനാസി ചിന്തകളുള്ളവരാണ്, ഞങ്ങൾ ഈ കേരളത്തിലെ എല്ലാ വൃത്തികെട്ട ആണുങ്ങളെയും തുരത്തും, എല്ലാ വൃത്തികെട്ട ചിന്താഗതികളും മാറ്റി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഘോര പ്രസംഗം നടത്തുന്നവർക്കൊന്നും തിരിച്ച് മറുപടി കൊടുക്കാനില്ല. ഇതേ സംഭവം ദീപകിന് സംഭവിച്ച ഇതേ ഒരു ദുരവസ്ഥ വേറൊരു സ്ത്രീക്കാണ് സംഭവിച്ചതെങ്കിൽ ഇന്ന് എത്ര പേര് സംസാരിച്ചേനെ, എത്ര മന്ത്രിമാർ രംഗത്ത് വന്നേനെ, എത്ര പോലീസ്, എത്ര രാഷ്ട്രീയത്തിലുള്ള ഉന്നതന്മാർ രംഗത്ത് വന്നേനെന്നൊക്കെ രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. ഇതൊരു പുരുഷന് സംഭവിച്ചതുകൊണ്ട് മാത്രം ഇവിടെ ആരും വരുന്നില്ല. ഇവർക്കെല്ലാം എതിർപ്പ് പുരുഷ കമ്മീഷൻ വരുന്നത് കൊണ്ടാണ്, അല്ലെ വരുന്നതിനോടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എതിർപ്പ് വരുന്നത്? പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന വരുമല്ലോ എന്നുള്ളൊരു പേടി. ആ സംഘടന വേണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘടന വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ എന്തായാലും വേണം. ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള, ഈ സംസാരിക്കുന്ന നേതാക്കന്മാരെ പോലെയുള്ള ഇങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ വേണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ. ഒരു സംഘടനയാവുമ്പോൾ അതൊരിക്കലും ഒരു പാർട്ടിയുടെ അണ്ടറിൽ പോകരുത്. ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ BJPയുടെ അണ്ടറിൽ പോവാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണെങ്കിൽ സംഘടന ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘടന വേണ്ട, ആളുകൾ മതി എന്നുള്ളത്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ ഈ ഒരു സംഘടനയും വിജയിക്കും. ഇനി അതല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിൽ വരുന്ന, അവരുടെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ ഇതും വിജയിക്കില്ല. പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം. എന്ത് ചെയ്താലും, എന്ത് തോന്നിവാസം ചെയ്താലും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി അതിവിടെ പൊളിച്ചെഴുതപ്പെടണം. ആ ഒരു ചിന്താഗതി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയും വേണം. അങ്ങനെ വരുന്നതിനുള്ള വിമുഖതയുള്ള ഒരു കൂട്ടം ആളുകളുടെ കരച്ചിലും കൂട്ടക്കരച്ചിലും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ബില്ല് പാസ്സായി, ഈ ഒരു സംഘടന ഇവിടെ ഓപ്പണായിട്ട് വരുമ്പോൾ, അല്ലെ സംഘടന ഇവിടെ രൂപീകൃതമാവുമ്പോൾ ഇതേ കരച്ചിലിന് കുറച്ചുകൂടി ആക്കവും വീക്കവും ഒക്കെ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്തായാലും എന്തൊരു കഷ്ടമാണല്ലേ. ദീപകിൻ്റെ മരണത്തിന് കാരണമായ, അല്ലെ ദീപക് മരിക്കാൻ കാരണക്കാരിയായവളെ ഇപ്പോഴും അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എതിർവശത്തിരിക്കുന്ന ഈ പുരുഷ കമ്മീഷനോട് വിയോജിപ്പുള്ള, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഫെമിനിസ്റ്റുകളെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെടേ.